ഓക്കെ, നമ്മൾ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇംപ്ലൈസ് ന്യൂ ടെക്നോളജി. സാങ്കേതിക നൂതനാശയം, നൂതന കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പുത്തൻ സാങ്കേതിക വിദ്യയാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലാവാം, ന്യൂ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യലാവാം, അല്ലെങ്കിൽ ന്യൂ സർവീസസ് ക്രിയേറ്റ് ചെയ്യലാവാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്ഥാപനത്തിന് കൊണ്ടുതരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും ബിസിനസ്സിന് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരുന്നു. ഇത് സത്യമാണോ? ഈ സ്റ്റേറ്റ്മെന്റ്, ഈ വരി ശരിയാണോ? അതിന് എത്രമാത്രം ന്യായമുണ്ട് ഈ പറഞ്ഞ വാചകത്തിൽ എന്നാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കും. ഇതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അത് എങ്ങനെ ഉത്തരം കൊടുക്കാൻ സാധിക്കും? നമുക്ക് ഇവിടെ ഒരു ആൻസർ മോഡൽ നൽകിയിരിക്കുന്നു. അതിലെ ആദ്യം ഒരു എസ്സേ ആണല്ലോ. തീർച്ചയായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാം? ടെക്നോളജി ഇന്നോവേഷൻ എന്താണ് എന്ന് ഒരു വരി എഴുതാം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? ടെക്നോളജി ഇന്നോവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രിയേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ഓർ ഇംപ്രൂവ്ഡ് ടെക്നോളജീസ്. പുതിയതും മെച്ചപ്പെട്ടതുമായിട്ടുള്ള ടെക്നോളജികൾ ക്രിയേറ്റ് ചെയ്യലാണ് ടെക്നോളജി ഇന്നോവേഷൻ. അല്ലെങ്കിൽ പുതിയ ടൂൾസ്, അല്ലെങ്കിൽ പുതിയ ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ പുതിയ മെഷീനറീസ് ഒക്കെ കൊണ്ടുവരിക, പുതിയ സിസ്റ്റംസ്, പുതിയ പ്രോസസ്സുകൾ, പുതിയ പ്രൊസീജിയറുകൾ. എന്തായാലും ഇത് പുതിയത് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഗുണം? മുൻകാലങ്ങളെക്കാൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പുരോഗതി, മുന്നേറ്റം, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്, അല്ലെങ്കിൽ ഒരു പുതിയ കുതിച്ചുകയറ്റം, ബ്രേക്ക് ത്രൂ വേരിയസ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതില് ഇറ്റ് ഇൻവോൾവ്സ് ഹാർനസിങ് നോളജ്. അറിവിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കലുണ്ട്. എക്സ്പെർട്ടൈസ് അല്ലേ, വൈദഗ്ധ്യത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കലുണ്ട്. ആൻഡ് റിസോഴ്സസ്, വിഭവങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കലുണ്ട്. ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്. അങ്ങനെ വരുമ്പോൾ പുത്തൻ നവീനമായ പരിഹാരങ്ങൾ നമ്മുടെ ബിസിനസ് പ്രോബ്ലത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്ഷൻ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിൽ പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും ഈ ഇന്നോവേഷൻസ്. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഗ്രസിന്റെ വേഗത, ഡ്രൈവ് കൂട്ടാൻ സാധിക്കും. ആൻഡ് ഡെലിവർ ബെസ്റ്റ് വാല്യൂ, ഏറ്റവും നല്ല വാല്യൂ നമുക്ക് കൊണ്ടുതരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ഇന്നോവേഷൻ എന്നാണ് നമ്മുടെ ചോദ്യമല്ലോ. അത് പല മേഖലകളില്, പല കീ ആസ്പെക്റ്റുകളില് അത് വരുന്നുണ്ട് പ്രാധാന്യം ടെക്നോളജി. എന്തൊക്കെയാണ്? ഒന്ന്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിത ഗുണമേന്മ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ജീവിത ഗുണമേന്മ മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയുന്നത്. ടെക്നോളജി ഇന്നോവേഷൻ ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് എന്ന് പറയാം. ഒരു ഗണ്യമായ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറയാം. ടെക്നോളജി ഇന്നോവേഷൻ ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ്. വ്യക്തികൾക്കും സമൂഹത്തിനും അവരുടെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിൽ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, പല മേഖലകളിലും അവർക്ക്, വ്യക്തികൾക്കും സമൂഹത്തിനും, ഇൻഡിവിജ്വൽസിനും സൊസൈറ്റീസിനും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന പോയിന്റാണ് ഈ ഹെഡിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള സൊല്യൂഷൻസ്, അതിന് പറ്റിയ രീതിയിലുള്ള ടൂൾസ്, അതിന് പറ്റിയ രീതിയിലായിട്ടുള്ള വർക്ക് ഈസി മെത്തേഡുകൾ ഒക്കെ അവർക്ക് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ടെക്നോളജി പല ആസ്പെക്റ്റുകളിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മനുഷ്യ ജീവിതത്തിന്റെ ക്വാളിറ്റി, ജോലിക്കാരുടെ വർക്ക് ലൈഫിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. രണ്ട്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കോമ്പറ്റിറ്റീവ്നെസ്, സാമ്പത്തിക പുരോഗതിയും മത്സരാത്മകതയും ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത്. ബിസിനസ്സുകൾ രാജ്യങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നു, കോമ്പറ്റിറ്റീവ് ആയിട്ട് അവർക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുതിയ വ്യവസായങ്ങളുടെ ഡെവലപ്മെന്റിൽ അത് ഫോസ്റ്റർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിപോഷിപ്പിക്കുന്നു, ഫോസ്റ്റർ ചെയ്യുന്നു. പുതിയ വ്യവസായങ്ങളുടെ, ന്യൂ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിൽ അത് ഫോസ്റ്റർ ചെയ്യുന്നു. രാജ്യത്ത് പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ആ മേഖലയിൽ പുതിയ ജോലിക്കാർ ആവശ്യമാണ് അല്ലെ. ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. മാത്രമല്ല ഉൽപാദനക്ഷമത എപ്പോഴും കൂടുന്നതായിരിക്കും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഉള്ളതിനേക്കാൾ മോശമായ ഒരു ടെക്നോളജി ഇറങ്ങുമോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴും പ്രൊഡക്ടിവിറ്റി കൂടുക എന്നതായിരിക്കും ടെക്നോളജി ഇറങ്ങുമ്പോഴുള്ള ഗുണം. രാജ്യങ്ങൾക്കാണെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനുകൾക്കാണെങ്കിലും ഈ ടെക്നോളജി ഇന്നോവേഷൻ കൊണ്ട് നേട്ടമാണ്, ഗെയിനാണ്, കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് രാജ്യങ്ങൾക്കാണെങ്കിലും ബിസിനസ് ഫേംസിനായാലും. അവരുടെ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ രാജ്യത്തേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, അപ്പോൾ ഇന്നവേഷൻ കൊണ്ട് ഒരു വ്യക്തിയുടെയും മനുഷ്യ ജീവിതത്തിന്റെയും ക്വാളിറ്റി മെച്ചപ്പെടുന്നു എന്നുള്ള ഒരു ആസ്പെക്ട്, പല ആസ്പെക്ട് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതിനു മുമ്പ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എന്താണ് ടെക്നോളജി ഇന്നവേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഓരോരോ പോയിന്റ്, ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞു ഡിസ്കസ് ചെയ്തു. മൂന്നാമത് എൻഹാൻസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, വർദ്ധിച്ച കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയുമാണ്. നേരത്തെ പറഞ്ഞത് രാജ്യത്തിന്റെയും സ്ഥാപനത്തിന്റെയും
അതിവേഗ സാമ്പത്തിക പുരോഗതി, എക്കണോമിക് ഗ്രോത്ത്, മത്സരാത്മകത. ഇപ്പൊ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് എൻഹാൻസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. ടെക്നോളജി ഇന്നോവേഷൻ ഡ്രൈവ്സ് ഇംപ്രൂവ്മെന്റ് ഇൻ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എഫിഷ്യൻസിയിലും പ്രൊഡക്ടിവിറ്റിയിലും മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് അത് സഹായകമാണ്. എങ്ങനെ? ബൈ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ഉണ്ട്. പുതിയ തരം ടെക്നോളജികൾ, ഓട്ടോമേഷൻ ആൻഡ് സ്ട്രീംലൈൻഡ് പ്രോസസ്സസ്, ഇതൊക്കെ കൊണ്ട് ഓർഗനൈസേഷൻസ് ക്യാൻ ഒപ്റ്റിമൈസ് ഓപ്പറേഷൻസ്. സ്ഥാപനങ്ങൾക്ക് അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്നു, റെഡ്യൂസ് കോസ്റ്റ്, ചെലവ് ചുരുക്കാൻ സാധിക്കുന്നു, ആൻഡ് ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ദിസ് ലീഡ്സ് ടു ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. ഇത് വർദ്ധിച്ച കാര്യക്ഷമതയിലേക്ക് നയിക്കുന്നു, ഹയർ പ്രോഫിറ്റബിലിറ്റി, ഉയർന്ന ലാഭക്ഷമതയിലേക്ക് നയിക്കുന്നു, ആൻഡ് ദി എബിലിറ്റി ടു ഡെലിവർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് മോർ എഫിഷ്യൻറ്റ്ലി. നമുക്ക് കാര്യക്ഷമത കൂടുകയും പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുന്നു, കൂടുതൽ എഫിഷ്യൻസി വരുന്നു, കൂടുതൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു, മെച്ചപ്പെട്ട കാര്യക്ഷമത കൈവരുന്നു. സോ ഇതൊക്കെയാണ്. അടുത്ത പോയിന്റ് അഡ്രസ്സിങ് സൊസൈറ്റൽ ചാലഞ്ചസ്. നമുക്ക് സമൂഹത്തില്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എത്രയോ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് ചിലപ്പോൾ ഒരു പുതിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ കൊണ്ട് മതിയാകും. സോ ഇറ്റ് എനേബിൾസ് ഡെവലപ്മെന്റ് ഓഫ് സൊല്യൂഷൻസ് ഫോർ ഹെൽത്ത് കെയർ ആക്സസ്. നമുക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് പുതിയ പരിഹാരങ്ങൾ, പുതിയ മരുന്നുകൾ കണ്ടെത്താറില്ലേ, പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്താറില്ലേ, പുതിയ ഓപ്പറേഷൻ മെഷീനുകൾ കണ്ടെത്താറില്ലേ, സർജിക്കൽ എക്യുപ്മെന്റ്സ് കണ്ടെത്താറില്ലേ. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പറ്റിയ എന്തൊക്കെയോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആണ് രാജ്യത്തെ പരിസ്ഥിതിയുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് സ്തുത്യർഹങ്ങളല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പോവർട്ടി അലിവിയേഷൻ, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ഫുഡ് സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്നോവേഷൻസ് എന്നീ മേഖലയിൽ ക്ലീൻ എനർജി, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ക്ലീൻ എനർജി, ശുദ്ധമായ ഊർജം, പിന്നെ ജലശുദ്ധീകരണം, ഇതിനൊക്കെ നമുക്ക് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഹെൽപ്ഫുൾ ആകാറില്ലേ. അല്ലാണ്ട് ബിസിനസ്സുകാർക്ക് മാത്രമാണോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ? അല്ല, ബിസിനസ്സുകാർക്ക് മാത്രമല്ല ടെക്നോളജിക്കൽ ഇന്നോവേഷൻ കൊണ്ടുള്ള മെച്ചം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ടെലിമെഡിസിനിലും അഗ്രികൾച്ചറൽ ടെക്നോളജീസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ട് ഭാവിയിൽ ഇനിയും സാധിക്കുമെന്ന് പ്രതീക്ഷകളും ശുഭപ്രതീക്ഷകളും വെച്ച് പുലർത്തുന്നു നമ്മൾ ലോകം. എക്സാമ്പിൾസ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിന് എക്സാമ്പിൾ പറയാനും കൂടി ചോദ്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് ആ 2 പോയിന്റും കൂടി പറഞ്ഞാൽ നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആവും. എന്തൊക്കെയാണ്? ഒന്ന്, വേൾഡ് വൈഡ് വെബ്. നമ്മൾ ഇല്ലേ, ഇന്റർനെറ്റ് നമ്മൾ പറയുന്ന WWW എന്ന് പറയുന്ന ലോകമെമ്പാടുമുള്ള അനേകം സെർവറുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ്. ലോകത്തിലെ ഏത് രാജ്യങ്ങളിലേക്കും എത്രയോ കോടാനുകൂടി ഇൻഫർമേഷൻസ് കൈമാറാനും പരസ്പരം സെർവ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനും സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ റവല്യൂഷൻ ആണ് WWW. അത് ടെക്നോളജിക്കൽ ഇന്നോവേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഏത് രംഗത്താണ്? കമ്മ്യൂണിക്കേഷൻ രംഗത്ത്. പ്രൊഡക്ഷൻ രംഗത്ത് തന്നെ പറയാൻ പറ്റുമോ? ഇല്ല, കമ്മ്യൂണിക്കേഷൻ രംഗത്ത്. പക്ഷെ പ്രൊഡക്ഷൻ രംഗത്ത് എന്നല്ല, എല്ലാ രംഗത്തും അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്ത് ഇതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്, ഭരണരംഗത്ത് അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. സോ കണക്ടിവിറ്റി കൂടി, ഗ്ലോബൽ കണക്ടിവിറ്റി കൂടി, അത് തന്നെ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് ആണ്. വേൾഡ് വൈഡ് വെബ് റവല്യൂഷനൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഷെയറിംഗ്. ഇൻഫർമേഷൻ ഷെയറിങ്ങിനും കമ്മ്യൂണിക്കേഷനെയും അത് വിപ്ലവകരമായി മാറ്റിമറിച്ചു. എനേബിൾഡ് ഗ്ലോബൽ കണക്ടിവിറ്റി, ലോകമെമ്പാടുമുള്ള പരസ്പര ബന്ധം വർദ്ധിപ്പിച്ചു. ട്രാൻസ്ഫോംഡ് ഹൗ പീപ്പിൾ ആക്സസ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ. അവര് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും ട്രാൻസ്ഫോം ചെയ്തു. ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഇ-കൊമേഴ്സിന്റെ ഫൗണ്ടേഷൻസ് നമുക്ക് നൽകി. സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ സർവീസസ്, സോഷ്യൽ മീഡിയയും ഓൺലൈൻ സർവീസസും ഒക്കെ ആയിട്ട്. സോ മൊബൈൽ ടെക്നോളജി ആൻഡ് സ്മാർട്ട് ഫോൺസ് ആണ് പിന്നെ മറ്റൊന്ന് പറയുന്നത്. മൊബൈൽ ടെക്നോളജിയും സ്മാർട്ട് ഫോൺസും. ദി അഡ്വന്റ് ഓഫ് മൊബൈൽ ടെക്നോളജി ആൻഡ് സ്മാർട്ട് ഫോൺസ് ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കന്റ് ഇന്നോവേഷൻ. മൊബൈൽ ടെക്നോളജിയുടെയും സ്മാർട്ട് ഫോണിന്റെയും കണ്ടുപിടുത്തം ഗണ്യമായ ഒരു ഇന്നോവേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എമർജിംഗ് സ്ട്രാറ്റജിക് ഇന്നോവേഷൻ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ്സ് റെവല്യൂഷനൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മുടെ ആശയവിനിമയത്തെ വിപ്ലവകരമായി മറിച്ചു. ബൈ എനേബിളിംഗ് പോർട്ടബിൾ കണക്റ്റഡ് ഡിവൈസസ്. പോർട്ടബിൾ ആയ, വളരെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ സ്മാർട്ട് ഫോണുകൾ. പണ്ട് കാലത്ത് കമ്പ്യൂട്ടറിന്റെ അതേ ഉപയോഗം ഇന്നൊരു സ്മാർട്ട് ഫോണിൽ സാധിക്കും. വളരെ പോർട്ടബിൾ ആണ്, കൊണ്ടു നടക്കാൻ സാധിക്കും, ഹാൻഡി ആണ്, കയ്യിൽ കൊണ്ട് നടക്കാൻ സാധിക്കും. പാൺ ടോപ്പ് കമ്പ്യൂട്ടർ തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ മൊബൈലുകൾ എന്ന് പറയാം അല്ലേ. ടച്ച് സ്ക്രീനുകളുണ്ട്,
എത്രയോ എല്ലാ ആശയവിനിമയത്തെയും വിപ്ലവകരമായല്ലേ ഈ മൊബൈൽ ടെക്നോളജിയും സ്മാർട്ട് ഫോണുകളും മാറ്റിമറിച്ചത്. വിത്ത് ദ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ലൈക്ക് ഇന്റർനെറ്റ് ബ്രൗസിംഗ് പോസിബിൾ ആയി. പണ്ട് കാലത്തെ ഫോണുകളിൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ് പോസിബിൾ അല്ലായിരുന്നു. GPS നാവിഗേഷൻ പോസിബിൾ ആണ്. മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുകൾ എത്രയോ എണ്ണം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. മൾട്ടിമീഡിയ കേപ്പബിലിറ്റികളും അതിനുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും ടെക്നോളജിക്കൽ റവല്യൂഷൻ എക്സാമ്പിൾസ് കൂടി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ WWയുടെ കണ്ടുപിടുത്തവും മൊബൈൽ ഫോൺ ടെക്നോളജിയുടെ കണ്ടുപിടുത്തവും നമുക്ക് പറയാവുന്നതാണ്.